ഉത്തര മലബാറിന്റെ കാർഷിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വീണ്ടും ഫാം കാർണിവൽ ഒരുങ്ങുന്നു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 8 വരെ നീണ്ടുനിൽക്കുന്ന കാർണിവൽ ഈ വർഷം മുതൽ ഗവേഷണ കേന്ദ്രത്തിൽ പുതുതായി സ്ഥാപിതമായ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിലാണ് നടക്കുക. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. ഭാവിയിൽ മലബാർ കിസാൻ മേളയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നൂതന പദ്ധതി പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. സാധാരണ എക്സിബിഷനുകളിൽ നിന്നും വ്യത്യസ്തമായി സന്ദർശകർക്ക് കൃഷിയിടങ്ങളിലൂടെ നേരിട്ട് നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫാം വാക്കാണ് കാർണിവലിന്റെ പ്രധാന ആകർഷണം. 110 വർഷത്തെ പാരമ്പര്യമുള്ള ഗവേഷണ കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സസ്യജന്തു പക്ഷി മത്സ്യ തേനീച്ച സംയോജിത കൃഷിരീതികൾ എന്നിവ പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. കൂടാതെ കൈപ്പാട് നെൽകൃഷിയുടെ വികസന പ്രവർത്തനങ്ങളും രണ്ടാം വിള നെൽകൃഷിയുടെ വിജയഗാഥയും കാർണിവലിൽ പ്രദർശിപ്പിക്കും. വിനോദത്തിനും വിജ്ഞാനത്തിനുമൊപ്പം വിപണനത്തിനും കാർണിവലിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഫ്രഷ് ഫ്രം ഫാം പച്ചക്കറികൾ, സങ്കരയിനം തെങ്ങിൻ തൈകൾ, വിവിധയിനം വിത്തുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കരിമീൻ കുഞ്ഞുങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാകും. വിനോദത്തിനായി അമ്യൂസ്മെന്റ് പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, ഏറുമാടം, ബാംബു പാർക്ക്, സെൽഫി പോയിന്റുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റും മെഡിറ്റേഷൻ കേന്ദ്രവും മേളയുടെ ഭാഗമാണ്. ഫെബ്രുവരി 23 ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനത്തോടെ മേളയ്ക്ക് തുടക്കമാകും. 27 പത്മശ്രീ ചെറുവയൽ രാമൻ പങ്കെടുക്കുന്ന വിത്ത് എന്ന മഹാത്ഭുതം സെഷൻ, മാർച്ച് 3 മുതൽ 6 വരെ കിസാൻ മേള, 7 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടക്കും. അത് ഭാവിയിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഒരു അച്ചടക്കം എങ്ങനെ നമുക്ക് പിടിച്ചു വെക്കാം, ഗവൺമെൻറ് പണി തന്നാൽ മാത്രമേ നമ്മൾ പരിപാടികൾ നടത്തുള്ളൂ എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടൊരു മോഡൽ, അതിൻ്റെ ഒരു വലിയ ലക്ഷ്യം ഭാവിയിൽ മലബാർ കിസാൻ മേളയായിട്ട് ഇത് മാറണം. പല മേളകളും ദക്ഷിണ ഭാഗത്തൊക്കെ ആയിട്ടാണ് അധികം കേന്ദ്രീകരിക്കാറ്. അപ്പം നമ്മുടെ ഈ മലബാർ മേഖലയിലേക്ക് ഒരു കിസാൻ മേളയായിട്ട് ഒരു സ്ഥലം കാണുകയാണെങ്കിൽ അത് ഈ 110 വയസ്സ് പ്രായമുള്ള ഈ കേന്ദ്രത്തിലായിരിക്കണം എന്നുള്ളൊരു വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. മാർച്ച് 8 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവേഷണ കേന്ദ്രത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തക പ്രകാശനവും നടക്കും. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ കലാസാംസ്കാരിക പരിപാടികളും വിനോദ പരിപാടികളും അരങ്ങേറും. പുതുതലമുറയെ കൃഷിയിലേക്കും കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ മേഖലകളിലേക്കും അടുപ്പിക്കുക എന്നതാണ് കാർണിവലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് പ്രൊഫസർ ഡോക്ടർ ടി വനജ അറിയിച്ചു. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും ആശയങ്ങൾ പങ്കുവെക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും കാർണിവൽ വലിയൊരു വേദിയാകുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ്, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ കെ വി സുമേഷ്, ഡോക്ടർ വി നിഷാലക്ഷ്മി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് എം ഗീത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.